Hello students, it's me Joyce Abraham. Welcome to Maths Learning Hub. കഴിഞ്ഞ ക്ലാസ്സിൽ പോളിനോമിയൽസിൻ്റെ സീറോസും അതിൻ്റെ കോയിഫിഷ്യൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അവിടെ നമ്മൾ രണ്ട് റിസൾട്ട് പഠിച്ചിരുന്നു. അതിൽ ഫസ്റ്റ് വൺ സം ഓഫ് സീറോസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ, അതായത് മൈനസ് കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് ബൈ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ എന്നുള്ളതും, അതുപോലെ പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുന്നത് സി ബൈ എ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ടേം ബൈ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഇന്ന് നമുക്ക് ചെയ്യാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിൾ 2, ഫൈൻഡ് ദ സീറോസ് ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 10 ആൻഡ് വെരിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സീറോസ് ആൻഡ് ദ കോയിഫിഷ്യൻസ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടത്? സീറോസ് കണ്ടുപിടിക്കണം ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ. ഞാൻ പോളിനോമിയൽ ഒന്നുകൂടി എടുത്ത് എഴുതാം. ലെറ്റ് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 10. ഇതാണ് പോളിനോമിയൽ. ഇതിൻ്റെ സീറോസ് കണ്ടുപിടിക്കാനായിട്ട് എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 10നെ സീറോയോട് ഇക്വേറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ എന്നിട്ട് എക്സിൻ്റെ വാല്യൂ സോൾവ് ചെയ്തെടുക്കും. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കിതിനെ ഫാക്ടറൈസ് ചെയ്യണം. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ 1 ആണ്. അതുകൊണ്ട് പ്രോഡക്റ്റ് 1 × 10 ദറ്റ് ഈസ് 10. പ്രോഡക്റ്റ് 10ഉം സം എത്രയാണ്? എക്സിൻ്റെ കോയിഫിഷ്യൻ ദറ്റ് ഈസ് 7. പ്രോഡക്റ്റ് 10ഉം സം 7ഉമായിട്ട് വരുന്ന രണ്ട് നമ്പേഴ്സ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം 5 × 2 ചെയ്യുമ്പോൾ 10ഉം വരുന്നുണ്ട്, 5 + 2 ചെയ്യുമ്പോൾ 7 വരുന്നുണ്ട്. സോ ദ നമ്പേഴ്സ് ആർ 5 and 2. അപ്പോൾ ഈ 7xനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോവുകയാണ്. എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 2x പ്ലസ് 10 ഈക്വൽ ടു 0. ഇനി ഫസ്റ്റ് 2 ടേംസിൻ്റെ അകത്തുനിന്ന് എക്സ് കോമൺ എടുക്കാം. എക്സ് കോമൺ എടുക്കുമ്പോൾ ഇത് എക്സ് പ്ലസ് 5 എന്നാകും. അതുപോലെ ഈ ലാസ്റ്റിലുള്ള 2 ടേംസിൻ്റെ അകത്തുനിന്ന് 2 കോമൺ എടുക്കാം. അപ്പോഴും നമുക്ക് ബ്രാക്കറ്റിൽ എക്സ് പ്ലസ് 5 ഈക്വൽ ടു 0. ഇനി എന്താ ചെയ്യേണ്ടത്? എക്സ് പ്ലസ് 5 ഇവിടെയുണ്ട്. then എക്സ് പ്ലസ് 5 നമുക്ക് കോമൺ എടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് 5 × എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0. ഇനി ഈ പ്രോഡക്റ്റ് 0 ആവണമെങ്കിൽ ഐദർ എക്സ് പ്ലസ് 5 ഈക്വൽ ടു 0 ഓർ എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0. എക്സ് പ്ലസ് 5 0 മീൻസ് എക്സ് ഇസ് ഈക്വൽ ടു -5. ഇനി എക്സ് പ്ലസ് 2 0 ഇസ് ഈക്വൽ മീൻസ് എക്സ് ഇസ് ഈക്വൽ ടു -2. അപ്പോൾ നമുക്ക് ഈ പോളിനോമിയൽസിൻ്റെ രണ്ട് സീറോസ് കിട്ടി. ഏതൊക്കെയാണ്? -5 ആൻഡ് -2. ഇനി ഇപ്പോൾ ഇത് ഇത്രയും സ്റ്റെപ്സ് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ 1 ആണെങ്കിൽ ഇതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഇത്രയും സ്റ്റെപ്സ് അവോയ്ഡ് ചെയ്തിട്ട് തന്നെ നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. പക്ഷേ എക്സ് സ്ക്വയറിന് കോയിഫിഷ്യൻ്റ് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പം 2, 3, 4 എന്നൊക്കെ പറഞ്ഞ് കോയിഫിഷ്യൻ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം തന്നെ ചെയ്യണം. അതല്ല എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ 1 ആണെങ്കിൽ ഇപ്പം നമുക്ക് ഈ നമ്പേഴ്സ് കിട്ടിയല്ലോ 5 and 2. അവിടെ നിന്ന് തന്നെ നമുക്ക് എന്ത് എഴുതാം? എക്സ് പ്ലസ് 5 × എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പോൾ പോളിനോമിയലിന് പകരം എക്സ് പ്ലസ് 5 × എക്സ് പ്ലസ് 2 എന്നുള്ളത് ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് എഴുതാൻ പറ്റും. ഇനി ഇവിടെ -5ഉം -2 ആണെങ്കിലും ഇവിടെ എന്തായിട്ട് വരും? എക്സ് മൈനസ് 5 × എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 ലൈക്ക് ദാറ്റ്. പക്ഷേ ഇത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെ ഡയറക്റ്റ് എഴുതുന്നത് എപ്പോൾ മാത്രമേ പറ്റുള്ളൂ? എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ 1 ആണെങ്കിൽ മാത്രമേ ഇതുപോലെ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കിനി സീറോസ് കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? ആ രണ്ട് റിസൾട്ട് വെരിഫൈ ചെയ്യാം. എന്തായിരുന്നു? സം ഓഫ് സീറോസ് ഈക്വൽ ടു നമ്മുടെ സീറോസ് -5ഉം -2 ആണ്. അത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. -5 + -2 ദറ്റ് ഈസ് -7. ഇനി നമുക്ക് -b/a ഈക്വൽ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം -b/a ഞാനിവിടെ നോക്കും. എന്ന് ഓരോന്നും നമുക്ക് എടുത്തെഴുതാം. നമ്മൾ തന്നിരിക്കുന്ന പോളിനോമിയലിലെ a എന്ന് പറയുന്നത് 1, b ഇസ് ഈക്വൽ ടു 7 ആൻഡ് c ഇസ് ഈക്വൽ ടു 10. therefore -b/a എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? -b7 ആണ്. a എന്ന് പറയുന്നത് 1. അപ്പോൾ -7/1 ഓർ -7. നോക്കി, സം ഓഫ് സീറോസ് നമുക്ക് -7 ആണ് കിട്ടിയത്. -b/a ചെയ്ത് കഴിഞ്ഞപ്പോൾ -7 എന്ന് കിട്ടി. therefore സം ഓഫ് സീറോസ് ഈക്വൽ ടു -b/a. ഇതുപോലെ തന്നെ ഇനി പ്രോഡക്റ്റ് ഓഫ് സീറോസും കൂടെ ചെക്ക് ചെയ്യാം നമുക്ക്. പ്രോഡക്റ്റ് ഓഫ് സീറോസ് ഈക്വൽ ടു -5 × -2 ഈക്വൽ ടു 10. ഇനി പ്രോഡക്റ്റ് ഓഫ് സീറോസ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത് c/a എന്നുള്ള റിസൾട്ടിനാണ്. c/a നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് c is 10 by
a1. 10 by 1, that is 10. അപ്പോൾ ഇവിടെ നോക്കിയ product of zeros is equal to c by a. Therefore, product of zeros equal to c by a. Sum of zeros b minus b by a അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം മൈനസ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ. കാരണം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് ദ കോഎഫിഷ്യൻസ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ വേണമെങ്കിൽ എഴുതാം. എങ്ങനെയാ മൈനസ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ. അതിനെയാണ് നമ്മൾ പോളിനോമിയലിനെ എ സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് ജനറലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് മൈനസ് ബി ബൈ എന്ന് എഴുതുന്നത്. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ. അതുപോലെ തന്നെ സി ബൈ എന്ന് എഴുതുന്നതിന് പകരം നമുക്കിവിടെ എന്ത് എഴുതാം കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ. എന്നിട്ട് ലാസ്റ്റ് ഈ രണ്ട് റിസൾട്ട് വെരിഫൈ ചെയ്തിട്ട് ഹെൻസ് വെരിഫൈഡ്. അപ്പോൾ ഇതുപോലെയാണ് ഫൈൻഡ് ദ സീറോസ് ആൻഡ് എസ്റ്റാബ്ലിഷ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് ദ കോഎഫിഷ്യൻസ് എന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെയാണ് നമ്മളിത് ആൻസർ ചെയ്യുന്നത്. Example 3. Find the zeros of the polynomial x square minus 3 and verify the relationship between the zeros and the coefficients. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ പോളിനോമിയൽ എക്സ് സ്ക്വയർ മൈനസ് 3 ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആണ്. To find the zeros of the polynomial, put x square minus 3 equal to 0, which implies x square minus 3 0 means x square equal to 3 അല്ലേ. ഇനി ഇതിൻ്റെ അകത്ത് നിന്ന് എങ്ങനെ എഴുതാം x is equal to, ഇപ്പോൾ നമുക്കറിയാം എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ 4 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും. എക്സ് എന്ന് പറയുന്ന ഒരു നമ്പറിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് 4 ആണ് കിട്ടുന്നതെങ്കിൽ എക്സിൻ്റെ വാല്യൂ 2ൻ്റെ സ്ക്വയർ ആണ് 4 അല്ലേ. പക്ഷേ 2 സ്ക്വയർ ചെയ്താലും -2 സ്ക്വയർ ചെയ്താലും എന്ത് തന്നെയാണ് കിട്ടുന്നത് 4. അപ്പോൾ എല്ലാവരും അത് സാധാരണ മിസ്റ്റേക്ക് വരുന്നതാണ്. എക്സ് സ്ക്വയർ 4 എന്ന് പറഞ്ഞിട്ട് എക്സ് ഈക്വൽ ടു 2 എന്ന് എഴുതും. അങ്ങനെയല്ല, പ്ലസ് ഓർ -2 എന്ന് എഴുതണം. അതായത് +2 സ്ക്വയർ ചെയ്താലും 4 ആണ്, -2 സ്ക്വയർ ചെയ്താലും 4 ആണ്. അപ്പം എക്സ് സ്ക്വയർ 4 എന്ന് പറയുമ്പോൾ എക്സിന് രണ്ട് വാല്യൂസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് വാല്യൂ, പ്ലസ് ഓർ -2 എന്ന് വേണം ആൻസർ എഴുതാനായിട്ട്. ഇനി അതല്ല നോൺ നെഗറ്റീവ് ഇൻറ്റിജറിനോ അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂ മാത്രം അങ്ങനെ എടുത്ത് എക്സിന് എടുക്കാവുന്നത് പോസിറ്റീവ് വാല്യൂ മാത്രമാണെന്ന് പറയുകയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് എടുത്താൽ മതി. അതല്ല ഇതുപോലെയൊക്കെ സോൾവ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചൊന്നും എക്സിനെ പറ്റി പറയുന്നില്ലെങ്കിൽ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ് കൺസിഡർ ചെയ്യണം. അപ്പോൾ അതുപോലെയോ എക്സ് സ്ക്വയർ 3 ആവണമെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താവും പ്ലസ് ഓർ മൈനസ് 3യുടെ സ്ക്വയർ റൂട്ട്, ദാറ്റ് ഈസ് √3. കാരണം 3 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തതുകൊണ്ട് നമുക്കതിന് √3 എന്ന് എഴുതാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് പ്ലസ് ഓർ -3 കിട്ടി. ഇതാണ് എന്ത് അതിൻ്റെ സീറോസ്. അതായത് എക്സ് ഇസ് ഈക്വൽ ടു √3 ഓർ -√3. അപ്പം നമുക്ക് രണ്ട് സീറോസ് കിട്ടി, √3 ആൻഡ് -√3. ഇനി നമുക്ക് റിസൾട്ട് വെരിഫൈ ചെയ്യാം. സം ഓഫ് സീറോസ് ഈക്വൽ ടു √3 പ്ലസ് -√3 ഇസ് ഈക്വൽ ടു 0. ഇനി നമുക്കത് എന്തിനോടാണ് ഈക്വൽ ആണെന്ന് കാണിക്കേണ്ടത് മൈനസ് ബി ബൈ അല്ലെങ്കിൽ മൈനസ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ. മൈനസ് ബി ബൈ എ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴോ ഇവിടെ നമ്മുടെ പോളിനോമിയൽ ഏതാ എക്സ് സ്ക്വയർ -3. ദർഫോർ എ ഈക്വൽ ടു 1, ബി ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഉണ്ടോ ഇല്ല, അതുകൊണ്ട് നമുക്കതിന് 0 എന്ന് എഴുതാം. അതുപോലെ കോൺസ്റ്റൻറ്റ് ടേം -3. ഒന്നുകൂടെ പറയാം, എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് എ, ദറ്റ് ഈസ് 1. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് നമ്മൾ ബി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എക്സ് എന്ന് പറയുന്നൊരു ടേം തന്നെ ഇവിടെ ഇല്ല. അപ്പം അതിൻ്റെ കോഎഫിഷ്യൻ്റ് നമ്മൾ 0 ആയിട്ട് എടുക്കും. സി എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ടേം ദറ്റ് ഈസ് -3. അപ്പോൾ മൈനസ് ബി ബൈ എന്ന് പറഞ്ഞാൽ -0 ബൈ എ എന്ന് പറയുന്നത് 1. -0 ബൈ 1 എന്ന് പറഞ്ഞാൽ 0 ബൈ എനി നമ്പർ ഈസ് 0 ഇറ്റ് സെൽഫ്. അപ്പോൾ നോക്കിയേ സം ഓഫ് സീറോസ് ഈക്വൽ ടു -b ബൈ രണ്ടിൻ്റെ വാല്യൂ നമുക്ക് സീറോസ് എന്ന് കിട്ടി. ഇനി അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഓഫ് സീറോസ് സീറോസ് ആർ √3 ആൻഡ് -√3. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ √3 × √3 3. അപ്പോൾ ഒരു നെഗറ്റീവ് സൈൻ ഉള്ളതുകൊണ്ട് അത് -3 എന്ന് വരും പ്രോഡക്റ്റ് ഓഫ് സീറോസ്. ഇതുപോലെ നമുക്ക് സി ബൈ എ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സിയുടെ വാല്യൂ നമുക്ക് -3 ആണ്, എ എന്ന് പറയുന്നത് 1. അപ്പോൾ -3 ബൈ 1 ദറ്റ് ഈസ് -3. നോക്കിയാൽ പ്രോഡക്റ്റ് ഓഫ് സീറോസ് ഇസ് ഈക്വൽ ടു സി ബൈ എ. ദർഫോർ ഒന്നുകൂടെ നമുക്ക് എടുത്തെഴുതാം. സം ഓഫ് സീറോസ് ഈക്വൽ ടു sum of zeros equal to -b by a and product of zeros equal to c by a, hence verified. അപ്പോൾ നമ്മൾ സീറോസും കണ്ടുപിടിച്ചു, ആ
കോഎഫിഷ്യൻസും സീറോസും തമ്മിലുള്ള റിലേഷൻഷിപ്പും വെരിഫൈ ചെയ്തു. അടുത്തത് നമുക്കൊരു റിസൾട്ട് നോക്കാം. അതായത് ഇപ്പോൾ ഞാൻ ജനറലായിട്ട് സീറോസിനെ ആൽഫ എന്നും ബീറ്റ എന്നും റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. ലെറ്റ് ആൽഫ ആൻഡ് ബീറ്റ ആർ the zeros of a quadratic polynomial ആൽഫയും ബീറ്റയാണ് അതിൻ്റെ സീറോസ് എങ്കിൽ നമുക്ക് സീറോസ് തന്നിട്ടുണ്ട്, എന്നിട്ട് ഫോം ചെയ്യാൻ പറഞ്ഞു. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫോം ചെയ്യാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആൽഫ ബീറ്റ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2 സീറോസ് തന്നിട്ടുണ്ട്, എന്നിട്ട് ഫോം എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഇങ്ങനൊരു ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കാം. എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ. ഇതെങ്ങനെ ചോദിക്കുമ്പോഴാണ് ഈ ആൻസർ എഴുതേണ്ടത്? നമുക്ക് ആൽഫ ബീറ്റ 2 സീറോസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫോം ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് സീറോസ്. അങ്ങനെ ഓർത്തിരിക്കാം കേട്ടോ. എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് സീറോസ്. ചില ക്വസ്റ്റിൽ നമുക്ക് ആൽഫ ബീറ്റ 2 സീറോസ് ആയിരിക്കും തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ അത് ആഡ് ചെയ്യുകയും മൾട്ടിപ്ലൈയും ചെയ്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ചില ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഡയറക്റ്റ്ലി സം ഓഫ് സീറോസും പ്രോഡക്റ്റ് ഓഫ് സീറോസും അങ്ങനെ തന്നെ ആയിരിക്കും തരുന്നത്. അതിന് ഞാൻ എക്സാമ്പിൾ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് നമുക്ക് ചെയ്യുമ്പോൾ ക്ലിയർ ആവും. അപ്പോൾ ഇക്വേഷൻ ഏതായാലും ഓർത്തിരിക്കുക. ഫോം എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഹു സീറോസ് ആർ ആൽഫ ആൻഡ് ബീറ്റ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഓർത്തിരിക്കാം. അല്ലെങ്കിൽ നമുക്കറിയാം ഏതൊരു പോളിനോമിയലിൻ്റെയും സീറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇപ്പോൾ ആൽഫ സീറോ ആണെങ്കിൽ നമുക്കറിയാം എക്സ് മൈനസ് ആൽഫ ഇസ് എ ഫാക്ടർ അല്ലേ. ബീറ്റ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് മൈനസ് ബീറ്റ ഇസ് എ ഫാക്ടർ. അപ്പോൾ നമുക്ക് സീറോസ് തന്നിട്ടുണ്ടെങ്കിൽ നേരെ തന്നെ എക്സ് മൈനസ് ആൽഫ ഇൻറ്റു എക്സ് മൈനസ് ബീറ്റ എന്ന് എഴുതുന്നത് തന്നെയായിരിക്കും എന്ത്? ആ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇത് രണ്ടും സെയിം തന്നെയാണ്. ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ തന്നെയായിരിക്കും. ഇതിനെ എക്സ് സ്ക്വയർ അല്ല ചെയ്ത് കാണിക്കാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ മൈനസ് ബീറ്റ എക്സ് മൈനസ് ആൽഫ എക്സ് പ്ലസ് ആൽഫ ബീറ്റ. ഇനി അല്ലെങ്കിലോ ഇതിന് വേറൊരു രീതിയിൽ എങ്ങനെ എഴുതാം? എക്സ് ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ്, ഞാൻ മൈനസ് കോമൺ എടുത്തു, ആൽഫ പ്ലസ് ബീറ്റ ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതി ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ. നോക്കി മുകളിൽ എഴുതിയ അതേ ഇക്വേഷൻ തന്നെയാണ്, ഫോം തന്നെയാണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 രീതിയിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാം. ആൽഫ ബീറ്റ അല്ലെങ്കിൽ സം ഓഫ് സീറോസ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ സം ഓഫ് സീറോസും പ്രോഡക്റ്റ് ഓഫ് സീറോസും തരുമ്പം ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക കേട്ടോ. കാരണം എക്സ് സ്ക്വയർ അത് ഏറ്റവും എളുപ്പം. എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് സീറോസ്. ഇനി ആൽഫ ബീറ്റ സെപ്പറേറ്റ് തന്നാലും ഇക്വേഷൻ യൂസ് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ മറന്നങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഓർത്തിരിക്കുക, ഒരു പോളിനോമിയലിൻ്റെ സീറോ തന്നിട്ടുണ്ടെങ്കിൽ എക്സ് മൈനസ് ആൽഫ അല്ലെങ്കിൽ എക്സ് മൈനസ് ബീറ്റ, എക്സ് മൈനസ് ഗാമ ഒക്കെ അതിൻ്റെ ഫാക്ടേഴ്സ് ആയിരിക്കും. ഇത് നിങ്ങൾ 9th പഠിച്ചിട്ടുള്ളതാണ്. എ എന്ന് പറയുന്നത് ഒരു പോളിനോമിയലിൻ്റെ സീറോ ആണെങ്കിൽ എക്സ് മൈനസ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ പോളിനോമിയലിൻ്റെ ഫാക്ടർ ആയിരിക്കും. ഫാക്ടർ തിയറം, റിമൈൻഡർ തിയറം എന്നൊക്കെ ഉള്ളത് നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഇനി അടുത്ത് ചെയ്യാം. Example 4. Find a quadratic polynomial, the sum and product of whose zeros are -3 and 2 respectively. Sum -3ഉം product 2 respectively എന്ന് പറയുമ്പോഴേക്കും ഈ ഓർഡറിൽ തന്നെയായിരിക്കും കേട്ടോ ഈ നമ്പേഴ്സ് വരുന്നത്. Sum and product respectively -3 and 2. അപ്പോൾ നമുക്ക് സം ഓഫ് സീറോസ് ഞാൻ ആൽഫ പ്ലസ് ബീറ്റ എന്ന് എടുക്കുക. ആൽഫ പ്ലസ് ബീറ്റ -3 തന്നിട്ടുണ്ട്. പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ 2. എന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്? ആൽഫ ബീറ്റ എന്ന് പറയുന്നത് നമ്മൾ ജനറലി സീറോസ് ഓഫ് എ പോളിനോമിയൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു -3, ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു 2. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? അതായത് ഇങ്ങനെ സീറോസ് തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സമ്മും പ്രോഡക്റ്റും തന്നിട്ടുണ്ടെങ്കിൽ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കാണാനുള്ള ഫോം എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് സീറോസ്. ഇതായിരുന്നു പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ. വെറുതെ ഇവിടെ ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പി ഓഫ് എക്സ് എന്ന് പറയുന്നതിന് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് സീറോസ് ആൽഫ പ്ലസ് ബീറ്റ, അതാണ് ഡയറക്റ്റ്ലി എന്ത് തന്നേക്കുന്നത്? -3. അപ്പം മൈനസ് ഓഫ് -3 എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് 2. അല്ലെങ്കിൽ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് ഓഫ് മൈനസ് അത് പ്ലസ് ആവും, പ്ലസ് 3x പ്ലസ് 2. അപ്പം നമുക്ക് കിട്ടിയല്ലോ -3 സമ്മും 2 പ്രോഡക്റ്റും വരുന്ന ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എഴുതാനായിരുന്നു ക്വസ്റ്റ്യൻ. അതെന്ത് നമുക്ക് കിട്ടി? ഈ ഫോം യൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റി. എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2.
ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇതിവിടെ നമുക്ക് സമ്മും പ്രോഡക്റ്റും തന്നിരിക്കുന്നത്. അതിന് പകരം ഹൂസ് സീറോസ് ആർ, അതായത് ഫോം എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, ഷോർട്ടായിട്ട് ഞാൻ ക്യൂപ്പിൽ നിന്ന് എഴുതുകയാണ്, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഹൂസ് സീറോസ് ആർ -3 and 2. -3 and 2. നേരത്തെ എന്തായിരുന്നു തന്നിരിക്കുന്നത്? നമ്മുടെ ഒറിജിനൽ ക്വസ്റ്റ്യനിലുള്ളത് സം ഓഫ് സീറോസും പ്രോഡക്റ്റ് ഓഫ് സീറോസും -3 and 2 റെസ്പെക്റ്റീവ്ലി എന്നായിരുന്നു. ഇപ്പം ഞാനിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ അകത്ത് സീറോസ് ആർ -3 and 2. ഡിഫറൻസ് മനസ്സിലായല്ലോ അല്ലേ? ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ ആൽഫ പ്ലസ് ബീറ്റ -3 ആൽഫ ബീറ്റ 2. അതുകൊണ്ടാണ് ഞാനിവിടെ ആ വാല്യൂ തന്നെ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്തത്. ഇനി ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് സീറോസ് ആണ്. അതായത് ഞാനതിനെ ലെറ്റ് ആൽഫ എന്ന് പറയുന്നത് -3 ആൻഡ് ബീറ്റ ഇസ് ഈക്വൽ ടു 2 എന്ന് എടുക്കുക. സീറോസിനെ ആൽഫ ബീറ്റ എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. ഇനി നമ്മുടെ ഈ ഫോം യൂസ് ചെയ്തിട്ട് എഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, ഇക്വേഷൻ ഒന്നുകൂടെ ഞാൻ എഴുതാം, മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ. സോ എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുമ്പോൾ വാല്യൂ കൊടുക്കുക അല്ലേ, -3 + 2 ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ എന്ന് പറയുമ്പോൾ -3 ഇൻറ്റു 2. അപ്പം എന്ത് വരും? എക്സ് സ്ക്വയർ -3 + 2 -1, -3 + 2 -1, മൈനസ് ഓഫ് -1 +1. അപ്പോൾ 1x എന്ന് പറഞ്ഞാൽ എക്സ് തന്നെ. അതുപോലെ -3 × 2 -6. അപ്പോൾ നോക്കിയേ ഈ പി ഓഫ് എക്സ് കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് -6. ക്വസ്റ്റ്യൻസിൻ്റെ ഡിഫറൻസ് മനസ്സിലായല്ലോ? ഇവിടെ നമുക്ക് സം ഓഫ് സീറോസും പ്രൊഡക്റ്റ് ഓഫ് സീറോസും തന്നിരിക്കുന്നതുകൊണ്ട് ആൽഫ പ്ലസ് ബീറ്റയുടെ പ്ലേസിൽ -3, ആൽഫ ബീറ്റയുടെ പ്ലേസിൽ 2 വെറുതെ അപ്ലൈ ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ അങ്ങനെയല്ല തന്നേക്കുന്നത്, സീറോസ് എന്നാണ് പറഞ്ഞേക്കുന്നത്, -3 × 2. അതായത് ആൽഫ -3 ബീറ്റ 2 ആയിട്ട് ഞാൻ എടുത്തു. എന്നിട്ട് ഈ നമ്മുടെ ആ ഫോമിൽ തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് കിട്ടിയിരിക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു പോളിനോമിയൽ. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ നമുക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് സം ഓഫ് സീറോസും പ്രൊഡക്റ്റ് ഓഫ് സീറോസും ആണോ അതോ നേരെ തന്നെ സീറോസ് ആണോ തന്നിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അടുത്തത് ഇനി നമുക്ക് ക്യൂബിക് പോളിനോമിയലിൻ്റെ സീറോസും കോഎഫിഷ്യൻസും തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു നോക്കാം. ഇവിടെ ഞാനൊരു ക്യൂബിക് പോളിനോമിയൽ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. പി ഓഫ് എക്സ് ഈക്വൽ ടു ax³ + bx² + cx + d. ഇവിടെ a b c d എന്ന് പറയുന്നത് എന്താ? കോഎഫിഷ്യൻസ് ആണ്, ആ പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻസ്. ഇനി ഞാൻ ലെറ്റ് ആൽഫ ബീറ്റ ആൻഡ് ഗാമ ആർ 3 സീറോസ് ഓഫ് പി ഓഫ് എക്സ്. ഞാൻ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ കൺസിഡർ ചെയ്തപ്പോഴേക്കും ഞാനവിടെ 2 സീറോസ് ആണ് ലെറ്റ് ആൽഫ ആൻഡ് ബീറ്റ എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്തത്. കാരണം അതിന് അറ്റ്മോസ്റ്റ് 2 സീറോസ് വരെ വരത്തുള്ളൂ ക്വാഡ്രാറ്റിക്കിന്. പക്ഷേ ക്യൂബിക് പോളിനോമിയൽ ആകുമ്പോൾ എത്ര സീറോസ് വരെ വരാം? മാക്സിമം 3 എണ്ണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇതിനെ ആൽഫ ബീറ്റ ആൻഡ് ഗാമ എന്ന് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ റിലേഷൻ പറയാം. അതായത് സം ഓഫ് സീറോസ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ. സം ഓഫ് സീറോസ് എന്നുള്ളത് എഴുതുന്നതിന് പകരമാണ് സീറോസ് ആണ് ആൽഫ ബീറ്റ ഗാമ എന്ന് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ എന്ന് പറയുന്നത് -b/a. അല്ലെങ്കിലോ ഇവിടെ കോഎഫിഷ്യൻസിൻ്റെ ടേമിൽ പറയുവാണെങ്കിൽ എങ്ങനെ വരും? മൈനസ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് x³ a എന്ന് പറയുന്നത് x³ കോഎഫിഷ്യൻ്റ് ആണ്. ഇനി അടുത്തത് നെക്സ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ആൽഫ ഗാമ. അതായത് പ്രോഡക്റ്റ് ഓഫ് സീറോസ് ടേക്കൺ 2 അറ്റ് എ ടൈം. അതിൻ്റെ സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് ടേക്കൺ 2 അറ്റ് എ ടൈം. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ പ്രോഡക്റ്റ് എല്ലാം കൂടെ ആഡ് ചെയ്യുന്നത് റിസൾട്ട് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? c/aയോട് ഈക്വൽ ആയിരിക്കും. c എന്ന് പറയുന്നത് എന്താ? കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് x³. എല്ലാത്തിൻ്റെ ഡിനോമിനേറ്ററിൽ x³ കോഎഫിഷ്യൻസ് ആകട്ടെ വരുന്നത്. ലാസ്റ്റ് വൺ ആൽഫ ബീറ്റ ഗാമ, അതായത് പ്രോഡക്റ്റ് ഓഫ് സീറോസ്. സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് ടേക്കൺ 2 അറ്റ് എ ടൈം. ലാസ്റ്റ് വൺ പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറയുന്നത് -d/a, where d is the constant term. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരുന്നത്? ഇതിന് എക്സ്പാൻഡഡ് ഫോമിൽ എഴുതി കഴിഞ്ഞാൽ വരുന്നത് മൈനസ് കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് x³. അപ്പോൾ ക്യൂബിക് പോളിനോമിയലിൽ നമുക്ക് 3 റിലേഷൻസ് ആണുള്ളത്. ഇത് ഇങ്ങനെ തന്നെ ഓർത്തിരിക്കുക. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടൊരു ക്യൂബിക് പോളിനോമിയൽ 2x³ - 5x² - 14x + 8. ഇവിടെ നമുക്ക് ഈ തന്നിരിക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് ഈ പോളിനോമിയലിലെ സീറോസ് ആണ് കേട്ടോ. അതായത് എക്സിൻ്റെ പ്ലേസിൽ 4 കൊടുക്കുമ്പോൾ ഈ പോളിനോമിയലിൻ്റെ വാല്യൂ എന്താവും? 0. -2 കൊടുത്താലും 0 ആവും. എക്സിൻ്റെ പ്ലേസിൽ 1/2 കൊടുത്താലും നമുക്ക് പി ഓഫ് എക്സിൻ്റെ വാല്യൂ 0 എന്ന് കിട്ടും. അതായത് ഈ ക്യൂബിക് പോളിനോമിയലിൻ്റെ സീറോസ് കണ്ടുപിടിക്കാനായിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻസ് വരത്തില്ല. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയുന്ന എക്സാമിന്
ചോദിക്കാൻ ചാൻസ് ഇല്ലെന്നുള്ള രീതിയിൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സീറോസ് ഒന്നും കണ്ടുപിടിക്കാനായിട്ട് എന്താണെങ്കിലും ചോദിക്കില്ല. ഇനി അത് ചോദിച്ചാൽ തന്നെ ഇങ്ങനെ സീറോസ് തന്നിട്ട് ആ റിലേഷൻഷിപ്പ് വെരിഫൈ ചെയ്താൽ മതിയാവും. സീറോസും കോയിഫിഷ്യൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വെരിഫൈ ചെയ്താൽ മതിയാവും. നമുക്ക് 1 by 1 ആയിട്ട് വെരിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ എന്തായിരുന്നു? സം ഓഫ് സീറോസ് അല്ലേ? ഇവിടെ നമുക്ക് അതിന് മുമ്പ് എയും ബി സി ഡി ഒക്കെ എടുത്ത് എഴുതാം. എ എന്ന് പറയുന്നത് 2, ബി എന്ന് പറയുന്നത് -5, സി ഈസ് -14 ആൻഡ് ഡി ഈസ് 8. ഫസ്റ്റത്തെ റിസൾട്ട് എന്താ? സം ഓഫ് സീറോസ്, ദറ്റ് ഈസ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ. ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സീറോസ് ആണ് കേട്ടോ. ആൽഫ ബീറ്റ ഗാമ ആഡ് ചെയ്യുമ്പോൾ 4 പ്ലസ് -2 പ്ലസ് 1/2. 4 - 2 എന്ന് പറയുന്നത് 2 ആണ്. 2 പ്ലസ് 1/2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ 2 2s are 4, 4 plus 1 5/2. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ നമുക്ക് 5/2 എന്ന് കിട്ടി. അത് എന്തിനോട് ഈക്വൽ ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചത്? -b/a. അതുകൊണ്ട് ചെക്ക് ചെയ്യാം നമുക്ക് -b/a. -b/a എന്ന് പറഞ്ഞാൽ മൈനസ് ബി എന്ന് പറയുന്നത് തന്നെ ഓൾറെഡി മൈനസ് ആണ്. അപ്പോൾ -5/a is 2. അപ്പോൾ അതും എന്ത് തന്നെ കിട്ടി? -5 5/2. അപ്പോൾ നോക്കിയേ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഇസ് ഈക്വൽ ടു -b/a. ഇത് രണ്ടും നമുക്ക് ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് റിസൾട്ട് ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ആൽഫ ഗാമ, അതായത് സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് ടേക്കൺ 2 at a time എന്ന് പറയുന്നത്. ഇനി കറസ്പോണ്ടിങ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ആൽഫ ഇൻറ്റു ബീറ്റ 4 × -2 ദറ്റ് ഈസ് -8 പ്ലസ് ബീറ്റ ഇൻറ്റു ഗാമ. നോക്കിയേ -2 × 1/2 ചെയ്യുമ്പോഴത് തമ്മിൽ മൾട്ടിപ്ലൈ 2 × 2 ക്യാൻസൽ ആവും, -1 വരും. പ്ലസ് ആൽഫ ഗാമ എന്ന് പറഞ്ഞാൽ 4 × 1/2. 4 × 1/2 ഈസ് 2. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ -8 പ്ലസ് -1 ഈസ് -9. -9 പ്ലസ് 2 -7. അപ്പോൾ നമുക്ക് ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ആൽഫ ഗാമയുടെ വാല്യൂ -7 കിട്ടി. ഇനി ഇത് എന്തിനോട് ഈക്വൽ ആണെന്നുള്ളതാണ് നമ്മൾ റിസൾട്ട് പഠിച്ചിരിക്കുന്നത്. c/a. തൊട്ട് പുറകിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് ഇസ് ഈക്വൽ ടു c/a. അപ്പോൾ നമുക്കത് ഇനി ചെക്ക് ചെയ്യാം. c/a ഇസ് ഈക്വൽ ടു ഇറ്റ് ഈസ് c -14. -14/a എന്ന് പറയുന്നത് 2 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ -14/2 ദറ്റ് ഈസ് -7. നോക്കിയേ അത് രണ്ടും അപ്പോൾ ഈക്വൽ ആയിട്ട് കിട്ടി അല്ലേ? ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ആൽഫ ഗാമ ഈക്വൽ ടു c/a. സോ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് കിട്ടി. ദെൻ ലാസ്റ്റ് റിസൾട്ട് പ്രോഡക്റ്റ് ഓഫ് സീറോസ് ആൽഫ ബീറ്റ ഗാമ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 × -2 × 1/2. ഇവിടെ തന്നെ ഇത് രണ്ടും ക്യാൻസൽ ആവും. സോ 4 × -1 -4 എന്ന് കിട്ടി. ഇനി ഇതെന്തിനോട് ഈക്വൽ ആണ്? -d/a. ഈ റിസൾട്ട് ഓർത്തിരിക്കണം കേട്ടോ. ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ -b/a. ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ആൽഫ ഗാമ c/a. ആൽഫ ബീറ്റ ഗാമ ഈസ് -d/a. എന്നിട്ട് ഇത് വെരിഫൈ ചെയ്താൽ മതി. d എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ -8/a is 2. ഇത് രണ്ടും കൂടെ ക്യാൻസൽ 8/2 ദറ്റ് ഈസ് 4. അപ്പം എന്ത് കിട്ടി? -4. ആൽഫ ബീറ്റ ഗാമ -4 ആണ് കിട്ടിയത്. -d/a ചെയ്തപ്പോഴും -4 ആണ് കിട്ടിയത്. സോ നമുക്ക് ഈ 3 റിലേഷൻഷിപ്പും വെരിഫൈ ചെയ്യാൻ പറ്റി. ഹെൻസ് വെരിഫൈഡ്. അപ്പോൾ ഇതുപോലെ ക്യൂബിക് പോളിനോമിയലിൻ്റെ സീറോസ് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കില്ല. ഇതുപോലെ വെരിഫൈ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 റിസൾട്ട് ഓർത്തിരുന്നിട്ട് ഇതുപോലെ വെരിഫൈ ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ 5, വെരിഫൈ ദാറ്റ് 3 - 1 - 1/3 ആർ ദ സീറോസ് ഓഫ് ദ ക്യൂബിക് പോളിനോമിയൽ p of x ഈക്വൽ ടു 3x³ - 5x² - 11x - 3 ആൻഡ് വെരിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സീറോസ് ആൻഡ് ദ കോഎഫിഷ്യൻറ്റ്. അപ്പോൾ നമുക്കിവിടെ സീറോസ് തന്നിട്ടുണ്ട്. അത് തന്നിരിക്കുന്ന p of xൻ്റെ സീറോസ് ആണെന്ന് വെരിഫൈ ചെയ്താൽ മതി. അപ്പം ലെറ്റ് p of x ഈക്വൽ ടു പോളിനോമിയൽ നമുക്കൊന്നുകൂടി എടുത്തെഴുതാം. 3x³ - 5x² - 11x - 3. ഫസ്റ്റ് നമുക്ക് 3 എന്ന് പറയുന്നത് ഈ പോളിനോമിയൽ 0 ആണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? p of 3 എക്സിൻ്റെ പ്ലേസിലെല്ലാം 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3 × 3³ - 5 × 3² - 11 × 3 - 3. 3³ 27. 27 × 3 that is 81 minus 3² 9. 9 5s are 45 minus 11 × 3 33 minus 3. ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 45ഉം 33ഉം 3ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 81 - 81 വരും. 81 - 81 that is 0. അപ്പോൾ നോക്കിയേ p of 3 എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് കിട്ടി? 0. Therefore 3 is the 0 of the polynomial. Then അടുത്തത് നെക്സ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ഏതാ? -1. അപ്പോൾ p of -1 എടുത്തു. 3 × -1 the whole cube
minus 5 into minus 1 the whole square minus 11 into minus 1 minus 3. Xന്റെ പ്ലേസിലൊക്കെ minus 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതേ ഉള്ളൂ. minus 1 the whole cube is minus. അപ്പം minus 1 into 3 that is minus 3. minus 1 the whole square എന്ന് പറയുമ്പോൾ പ്ലസ് ആവും. സോ minus 5 തന്നെ. ഈ minus 11 into minus 1 plus 11. minus of minus വരുമ്പോൾ പ്ലസ് ആവും. ലാസ്റ്റ് minus 3 തന്നെ. പിന്നെ നോക്കി നെഗറ്റീവ് നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം 5 plus 3 8 8 plus 3 11 അപ്പോൾ minus 11 വരും is equal to 11 minus 11. അപ്പോഴും നമുക്ക് എന്ത് തന്നെ ആൻസർ കിട്ടി 0. അപ്പോൾ p of minus 1 ഉം 0 കിട്ടിയേക്കുന്നതുകൊണ്ട് എന്ത് പറയാം അവിടുന്ന് minus 1 is a 0 of the polynomial p of x. ഇനി ലാസ്റ്റ് പോളിനോമിയൽ ലാസ്റ്റ് 0 minus 1 by 3. സോ p of minus 1 by 3 നമ്മൾ കൺസിഡർ ചെയ്യും. നേരത്തെ പോലെ തന്നെ 3 into ഇതാണ് നമ്മുടെ പോളിനോമിയൽ 3 into minus 1 by 3 the whole cube minus 5 into minus 1 by 3 the whole square minus 11 into minus 1 by 3 minus 3. That is ഇവിടെ നമുക്കൊരു 3 ക്യാൻസൽ ചെയ്യാം. ക്യൂബ് ആയതുകൊണ്ട് നെഗറ്റീവ് സൈൻ തന്നെയാണ്. മൈനസ് 1 by 9 വരും. 3 ക്യൂബ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരു 3 ക്യാൻസലായി. അപ്പം 3 സ്ക്വയർ ആകുമ്പോൾ ദറ്റ് ഈസ് മൈനസ് 1 by 9 ദെൻ മൈനസ് ഹോൾ സ്ക്വയർ ആയതുകൊണ്ട് അത് പോസിറ്റീവ് ആണ്. അപ്പോൾ മൈനസ് 5 by 9 മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. പ്ലസ് 11 by 3 മൈനസ് 3. ഇനി ഇത് നമുക്കിത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഇത് രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്കിത് ആഡ് ചെയ്യാം. അപ്പോൾ മൈനസ് 1 മൈനസ് 5 ദറ്റ് ഈസ് മൈനസ് 6 by 9 പ്ലസ് 11 by 3 മൈനസ് 3 ഓർ മൈനസ് 6 by 9 എന്ന് പറഞ്ഞാലോ 3 കൊണ്ട് കട്ട് ചെയ്താൽ 2 3 അല്ലേ. മൈനസ് 2 by 3 പ്ലസ് 11 by 3 മൈനസ് 3 മൈനസ് 2 by 3 പ്ലസ് 11 by 3 കൂടെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 11 മൈനസ് 2 ദറ്റ് ഈസ് 9 by 3. 9 by 3 എന്ന് പറയുന്നത് ഒന്നിവിടെ ഞാൻ എഴുതാം മൈനസ് 9 by 3 സോറി മൈനസ് അല്ല പ്ലസ് 9 by 3 പ്ലസ് 11 അല്ലേ. 9 by 3 മൈനസ് 3 9 by 3 നമുക്കറിയാം 3 മൈനസ് 3 അവിടെയും നമുക്ക് എന്തെന്ന് കിട്ടിയ ആൻസർ 0. അതായത് പി ഓഫ് മൈനസ് 1 by 3 ചെയ്തപ്പോഴും നമുക്ക് 0 എന്ന് തന്നെ ആൻസർ കിട്ടി. അപ്പം നോക്കിയേ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴും മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴും മൈനസ് 1 by 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴും പി ഓഫ് എക്സിൻ്റെ വാല്യൂ അവിടെ എല്ലാം എന്തെന്നാണ് കിട്ടിയത് നമുക്ക് 0. Therefore 3 minus 1 minus 1 by 3 are zeros of p of x. തന്നിരിക്കുന്ന പോളിനോമിയലിൻ്റെ സീറോസ് ആണെന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഒരു റിസൾട്ടും കൂടെ വെരിഫൈ ചെയ്യാനുണ്ട്. കോഎഫിഷ്യൻസും സീറോസും തമ്മിലുള്ള റിലേഷൻ അതും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ സം ഓഫ് സീറോസ് അതെന്തായിരുന്നു ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ. ഇവിടുത്തെ ആൽഫ ബീറ്റ ഗാമയാണ് 3 മൈനസ് 1 മൈനസ് 1 by 3. അപ്പോൾ 3 പ്ലസ് മൈനസ് 1 പ്ലസ് മൈനസ് 1 by 3. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3 മൈനസ് 1 2 മൈനസ് 1 by 3 6 മൈനസ് 1 ദറ്റ് ഈസ് 5 by 3. അപ്പോൾ നമുക്ക് സം ഓഫ് സീറോസ് 5 by 3 എന്ന് കിട്ടി. ഇനി എന്ത് ചെക്ക് ചെയ്യാം അത് മൈനസ് ബി ബൈ എയോട് ഈക്വൽ ആണെന്ന് നോക്കാം. വട്ട് ഈസ് മൈനസ് ബി ബൈ എ? തന്നിരിക്കുന്ന പോളിനോമിയലിൻ്റെ അത് എ ബി സി ഡി ഒക്കെ എന്താണെന്നുള്ളത് നമുക്കൊന്നെടുത്ത് എഴുതാം. എ എന്ന് പറയുന്നത് എ 3 ആണ്. പോളിനോമിയൽ കാണാമല്ലോ 3. ബി എന്ന് പറയുന്നത് മൈനസ് 5. സി എന്ന് പറയുന്നത് മൈനസ് 11 ആൻഡ് ഡി ഈസ് മൈനസ് 3. ഇനി ഇപ്പോൾ മൈനസ് ബി ബൈ എ എന്ന് പറയുമ്പോഴോ മൈനസ് ഓഫ് മൈനസ് 5 by എ ഈസ് 3. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് 5 by 3 വരുമ്പോൾ അത് പ്ലസ് 5 by 3. അപ്പോൾ നോക്കി ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ചെയ്തപ്പോഴും നമുക്ക് 5 by 3 ആയിരുന്നു കിട്ടിയത്. ഇവിടെ നമുക്ക് മൈനസ് ബി ബൈ എ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴും അതും 5 by 3 എന്ന് തന്നെ കിട്ടി. Therefore ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഇസ് ഈക്വൽ ടു അല്ലെ സം ഓഫ് സീറോസ് ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ. അടുത്ത റിസൾട്ട് എന്ന് പറയുന്നത് ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ആൽഫ ഗാമ. ആൽഫ ബീറ്റ ഗാമ എന്തൊക്കെയായിരുന്നു? ആൽഫ ഇസ് ഈക്വൽ ടു 3, ബീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് 1, ഗാമ ഇസ് ഈക്വൽ ടു മൈനസ് 1 by 3. തന്നിരിക്കുന്ന 3 സീറോസ് കേട്ടോ, അതിനെയാണ് ആൽഫ ബീറ്റ ഗാമ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴോ ആൽഫ ബീറ്റ 3 ഇൻറ്റു മൈനസ് 1 ദറ്റ് ഈസ് മൈനസ് 3 പ്ലസ് ബീറ്റ ഗാമ മൈനസ് 1 ഇൻറ്റു മൈനസ് 1 by 3 ദറ്റ് ഈസ് പ്ലസ് 1 by 3 പ്ലസ് 1 by 3 പ്ലസ് ആൽഫ ഗാമ ആൽഫ ഇൻറ്റു ഗാമ മൈനസ് 1 by 3. ഇപ്പോൾ 3യും 3യും കട്ടാകുമ്പോൾ മൈനസ് 1. ഇതിന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് മൈനസ് 3 മൈനസ് 1 മൈനസ് 4 മൈനസ് 4 പ്ലസ് 1 by 3 വിച്ച് ഇസ് ഈക്വൽ ടു
-12+1/3 എൽസിയം എടുത്തിട്ട് ചെയ്തിരിക്കുന്ന -12+1/3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന -11/3. ഇനി നമുക്ക് ഇതെന്തിനോട് ഈക്വൽ ആണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത് c/a. c എന്ന് പറയുന്നത് -11 ആണ്. അപ്പോൾ -11/a എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ -11/3 നോക്കിയേ, ഇത് രണ്ടും ഈക്വൽ ആണല്ലോ കിട്ടിയേക്കുന്നത്. Therefore alpha beta plus beta gamma plus alpha gamma is equal to c/a. ഇനി ലാസ്റ്റത്തെ റിസൾട്ട് അത് പ്രോഡക്റ്റ് ഓഫ് സീറോസ് ആൽഫ ബീറ്റ ഗാമ, ദറ്റ് ഈസ് 3 ഇൻറ്റു -1 ഇൻറ്റു -1/3. 3 ക്യാൻസൽ ആവും. -1 ഇൻറ്റു -1 ഈസ് +1. അപ്പോൾ നമുക്ക് ആൽഫ ബീറ്റ ഗാമയുടെ വാല്യൂ 1 എന്ന് കിട്ടി. ഇതെന്തിനോട് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടേ? -d/a. -d/a ചെയ്യുമ്പോൾ -d ഈസ് -3. അപ്പോൾ -3/a is also 3. -3 ക്യാൻസലായി. മൈനസ് ഇൻറ്റു മൈനസ് ദറ്റ് ഈസ് +1. അപ്പോൾ നോക്കിയേ, ഇവിടെ നമുക്ക് ആൽഫ ബീറ്റ ഗാമയും 1 എന്നാണ് കിട്ടിയേക്കുന്നത്. അതുപോലെ -d/aയുടെ വാല്യൂ 1 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ 3 റിസൾട്ടും വെരിഫൈ ചെയ്തു. അതായത് കോയിഫിഷ്യൻസും സീറോസും തമ്മിലുള്ള റിലേഷൻ 3 റിസൾട്ടും വെരിഫൈ ചെയ്തു. സോ ആൻസർ ഈസ് വെരിഫൈഡ്, ഹെൻസ് വെരിഫൈഡ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യാം. അതായത് എക്സസൈസ് 2.2. അപ്പോൾ നിങ്ങൾക്കിത് കുറച്ചും കൂടെ ഈസി ആവും. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന പുതിയ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക.